വെൽക്കം ടു പെൻഡാഡ്. ഞാൻ സഞ്ജു, എൻ്റെ കൂടെയുള്ളത് അഭിശങ്കർ. ഒരു നോ കോസ്റ്റ് EMI സ്കീംസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ ശരിക്കും അതിലെന്താ നടക്കുന്നത്? പിന്നെ അതിലെ ഹിഡൻ ചാർജസോ എന്തെങ്കിലും ഉണ്ടോ? നോ കോസ്റ്റ് EMI അല്ലെങ്കിൽ ഇപ്പോൾ പല സ്ഥാപനങ്ങളിലൊക്കെ അല്ലെങ്കിൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു പ്രൊഡക്റ്റ് പുതിയത് ഇറക്കുമ്പോഴൊക്കെ നമുക്ക് കാണാം. എസ്പെഷ്യലി ഗാഡ്ജറ്റ്സ് സംഭവങ്ങളൊക്കെ ഇറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം 0% EMI അല്ലെങ്കിൽ നോ കോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചിലത് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് അവരിടുന്നു. അതിലിട്ടിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സുകളിലും അങ്ങനെ ഒരു ഇത് വന്നോളുന്നില്ല. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് ഈ ഒരു സ്കീമിലുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അപ്പോൾ ചില കേസുകളിൽ നിങ്ങൾ പോയിട്ട് ഇതിൻ്റെ ഒരു പരസ്യം കണ്ടിട്ട് പോയി എടുത്തു, പക്ഷേ എക്സാക്ട്ലി ആ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അതിൻ്റെ തന്നെ മറ്റൊരു വേരിയൻ്റ് എടുത്താൽ കൂടി ചിലപ്പോൾ ഈ ഒരു സ്കീം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അതിൽ ചില വേരിയൻസ് കൂടുതൽ വിൽക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ മാനുഫാക്ചറോ കമ്പനിയോ അല്ലെങ്കിൽ ആരാണോ ഈ സ്ഥാപനം വ്യാപാരം നടത്തുന്ന ബിസിനസ് ഷോപ്പ് ആയിരിക്കാം ചിലപ്പോൾ ഒരുപക്ഷെ ഒരു സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന പ്രൊഡക്റ്റിന് ഇത് ഉണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. കാരണം നിങ്ങളിത് പോയി ഇത് കണ്ട് EMI സ്കീം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ കാർഡോ അല്ലെങ്കിൽ ഡീറ്റെയിൽസുകൾ കാര്യങ്ങൾ കൊടുത്ത് ഇത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് റിവൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പറ്റണമെന്നില്ല. പിന്നെ ഈ 0% EMI അല്ലെങ്കിൽ നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞ് നടത്തുന്നത് തന്നെ ചിലത് വളരെ ജെന്യൂൻ ആയിട്ട് തന്നെ ഉണ്ട്. ചിലതിൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കാണാം, അതിൽ അവർ ഒരു പ്രൈസ്, ഒരു MRP പ്രൈസോ അല്ലെങ്കിൽ ആ ഒരു പ്രൈസിനായിരിക്കും ഇത് തരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ അപ്പോൾ പോയിട്ട് ഈ EMI സ്കീം എടുക്കാതെ ഫുൾ ക്യാഷ് പേയ്മെൻറ്റിലോ അല്ലെങ്കിൽ റെഡി പേയ്മെൻറ്റ് ഫുൾ ഇപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്ത് ചെയ്യുകയാണ്, നിങ്ങൾക്ക് EMI സ്കീം വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കുള്ള പ്രൈസിനെക്കാട്ടും കുറവ് പ്രൈസ് അല്ലെങ്കിൽ ഡിസ്കൗണ്ടഡ് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് കാണാം. അപ്പോൾ 0% EMI എന്ന് കണ്ട് അല്ലെങ്കിൽ നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം അങ്ങനെ തന്നെ ആയിക്കൊള്ളുന്നില്ല. പിന്നെ ചില ഇതുകളിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിനവർ ഇൻട്രസ്റ്റ് ഒന്നും ചാർജ് ചെയ്യുന്നില്ല എന്ന് പറയുമെങ്കിലും പക്ഷേ ഒരു പ്രോസസ്സിങ് ഫീ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ചാർജ് ചില സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇതിന് എടുക്കുന്നത് കാണാം. അപ്പോൾ എഗെയിൻ ആക്ച്വൽ പ്രൊഡക്റ്റ് പ്രൈസിനെക്കാട്ടും കുറച്ച് കൂടുതൽ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് നിങ്ങളത് മനസ്സിലാക്കണം. ഇനി ഇതിൽ മറ്റൊരു ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ നോ കോസ്റ്റ് EMI എന്ന് പറഞ്ഞെടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്കൊരു 1 വർഷത്തെ കാലയളവിലേക്കായിരിക്കും അല്ലെങ്കിൽ 1.5 വർഷത്തെ കാലയളവിലായിരിക്കും. ഇതിനിടയിൽ നിങ്ങൾക്ക് ഈ എമൗണ്ട് കാര്യങ്ങൾ കിട്ടി, അത് പ്രീ ക്ലോസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല എന്നുള്ളതായിരിക്കും. അങ്ങനത്തെ ഒരു ഇത് വരികയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ കുറേ ചാർജസ് അടയ്ക്കേണ്ടതും കുറേ ഫോർമാലിറ്റികൾ കാര്യങ്ങൾ വരും. അപ്പോൾ ആ ഒരു ഇംപ്ലിക്കേഷൻസ് വരുന്നത് നിങ്ങളുടെ ഇതിൽ അത് നിങ്ങൾ കൃത്യമായിട്ട് അത് മാനേജ് ചെയ്യാൻ പറ്റുമോ നോക്കണം. ഇതിൽ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സിബിൽ സ്കോറും ഇതിൽ ആ ഒരു ടൈമിൽ ഇപ്പം നിങ്ങൾ ഈ ഇങ്ങനത്തെ ഒരു സ്കീമിലെടുത്തു, അത് കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങളുടെ സിബിലിൽ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ചില ടൈമിൽ സംഭവിക്കുന്നത് ഇങ്ങനത്തെ നോ കോസ്റ്റ് ആയിക്കോട്ടെ അല്ലാത്ത ആയിക്കോട്ടെ ലോണുകൾ കാര്യങ്ങൾ കിട്ടുന്നു, നിങ്ങളത് കൃത്യമായിട്ട് 1 വർഷത്തെ ഒരു കാലയളവാണെങ്കിൽ നിങ്ങൾ 12 EMI കാര്യങ്ങൾ കൃത്യമായിട്ട് അടച്ചു. അത് അടച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ സിബിലിൽ അത് ക്ലോസ്ഡ് ആയിട്ടോ ലോൺ ക്ലോസ് ആയിട്ടുള്ള അത് റിഫ്ലക്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ സ്കോറിൽ ഒരു നെഗറ്റീവ് എഫക്റ്റ് വരാം. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ മറ്റൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കേസുകളിൽ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഷോപ്പ് ഓണേഴ്സ് അവരുടെ സ്ഥാപനത്തിലുള്ള പ്രൊഡക്ട്സ് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് അവരിങ്ങനത്തെ ഒരു സ്കീം റൺ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ നോ കോസ്റ്റ് EMI ചിലപ്പോൾ ഒരു മാനുഫാക്ചറർ സൈഡിൽ നിന്ന് ഒരു മെയിൻ പ്രൊഡക്റ്റിൻ്റെ അവരായിട്ട് റൺ ചെയ്യണതായിക്കൊള്ളുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ EMI വേണ്ട, അങ്ങനെയാണെങ്കിൽ എനിക്ക് എത്ര ഡിസ്കൗണ്ട് വരുന്നതാണ്. കാരണം ആ ഒരു ഇൻട്രസ്റ്റ് പാർട്ട് ഷോപ്പ് ഓണറായിരിക്കും എടുക്കുന്നത്. അപ്പോൾ അദ്ദേഹം അതെടുക്കുന്നത് EMI എന്നുള്ളൊരിത് വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾ ഒന്ന് സംസാരിച്ചതാകണമെങ്കിൽ ആക്ച്വൽ പ്രൈസിനെക്കാട്ടും കുറവ് പ്രൈസിലേക്ക് നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ 0% EMI അല്ലെങ്കിൽ നോ കോസ്റ്റ് EMI എന്ന് പറയുന്നത് എല്ലാം തന്നെ അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അങ്ങനെയുള്ളതും ഉണ്ട്. പക്ഷേ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ എടുക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് ആക്ച്വലി അങ്ങനെയാണോ, ഇനി EMI സ്കീം അല്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്താണ് ബെനിഫിറ്റ് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് കമ്പയർ ചെയ്യുക, ഏതാണ് കൂടുതൽ ബെനിഫിഷ്യൽ അല്ലെങ്കിൽ യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കുക. അതായിരിക്കും നല്ലത്. ഓക്കെ, ശരി, താങ്ക് യു.